ക്രിസ്പി ബ്രൗൺ ദോശ ട്രൈ ചെയ്യാം. റെസിപ്പിയിലേക്ക് പോവാം. ഇഡ്ഡലി റൈസ് 1 ഗ്ലാസ്, ബോയിൽഡ് റൈസ് 1 ഗ്ലാസ്, ഉറുദ് ദാൽ ഹാഫ് ഗ്ലാസ്, പോഹ ബ്രൗൺ പോഹ ഹാഫ് ഗ്ലാസ്. ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ചന്ന ദാൽ, 1 ടേബിൾ സ്പൂൺ ഉലുവ, ഇതും കൂടി ചേർത്ത് നല്ലപോലെ വാഷ് ചെയ്ത് അരച്ചെടുക്കണം. സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് അതേ വെള്ളത്തിൽ തന്നെ നമ്മളത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പോവുകയാണ്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് അരച്ച് മിക്സ് ചെയ്ത് വയ്ക്കാം. നല്ലപോലെ ബീറ്റ് ചെയ്തിട്ട് ഒരു 8 hours നമ്മൾ ഫെർമെൻറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. hours ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. കല്ലിൽ കുറച്ച് നേരം ദോശ എടുക്കണം, എന്നാലാണ് അതിൻ്റെ അടിഭാഗം ക്രിസ്പായി വരുള്ളൂ. അതിലൊരു ബ്രൗൺ കളറൊക്കെ കിട്ടണമെങ്കിൽ കുറച്ച് നേരം തവയിൽ അത് ഇടണം. ഇതുപോലെ ഓയിലെല്ലാം സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നല്ലോണം മൊരിഞ്ഞു വരുമ്പോൾ നമ്മളത് മറിച്ച് ഇടുകയാണ് ചെയ്യണം. മറിച്ചിടണ്ട, അങ്ങനെ തന്നെ ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. ഇതാ ഇപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് നേരം കൂടിയൊക്കെ തവയിലിടുകയാണെങ്കിൽ ഒന്നും കൂടി കളർ ബ്രൗൺ ആയി കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെ വീഡിയോ ഇന്നിവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമുക്ക് ഈ ദോശ തന്നെ കുറച്ച് മസാലയൊക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ മസാല ദോശയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ചട്നി സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വാദായിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.